ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു. ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങളോടൊപ്പം നിലമ്പൂരിനും വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലും ഈ വികസന സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരണം എന്ന നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം പറയുന്നില്ല എന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപം UDF കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. അത് വസ്തുതാ വിരുദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ് നടപടികളാണ് ജനങ്ങളുടെ മുമ്പിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നത്. ഇവിടെ UDFൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിഷേധാത്മകമായ ചില നിലപാടുകളുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ മണ്ഡലത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം, അല്ലെങ്കിൽ ഇവിടുത്തെ UDF, കേരളത്തിലെ UDFൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അവരിവിടെ ഉന്നയിച്ചൊരു പ്രശ്നം, പെൻഷൻ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലല്ല പെൻഷൻ കുടിശ്ശികകൾ കൊടുക്കേണ്ടത്. ആരാണ്, എവിടെയാണ് അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ പെൻഷൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിൽ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക വന്നു. കേന്ദ്രം കേരളത്തിനെതിരായി ശക്തമായ സാമ്പത്തിക ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ പെൻഷൻ കുടിശ്ശിക വരുന്നത്. അതിനെ അതിജീവിക്കാൻ കേരളത്തിൻ്റെ കഴിവുപയോഗിച്ച് വരുമാനം വർദ്ധിപ്പിച്ച് അതിജീവിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് കേരളത്തിൻ്റെ അനുഭവങ്ങൾ. മാസങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭാ ചട്ടങ്ങളുടെ 300-ാം വകുപ്പ് പ്രകാരം, റൂൾ 300 പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി. അത് മുഖ്യമന്ത്രിയുടെ ഒരു അവകാശമാണ്. ആ പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചു, 5 മാസത്തെ കുടിശ്ശിക ഇവിടെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 5 മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കൂ. കുടിശ്ശിക വന്ന എല്ലാ മേഖലകളിലും കുടിശ്ശിക തീർത്തു നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് നൽകുന്ന മുഖ്യമായ പരിഗണന. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് പെൻഷൻ ഓരോ മാസവും കൊടുക്കുക എന്നുള്ള നിലപാടെടുത്തത്. ഓരോ മാസവും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ മാസത്തെയും പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം കുടിശ്ശികയും തീർത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ 2 മാസം കുടിശ്ശികയുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുടിശ്ശിക കൊടുക്കും. ഇവിടെ 1980 നായനാർ ഗവൺമെൻറ് കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചു. 45 രൂപയാണെന്ന് പെൻഷൻ. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി പെൻഷനും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ വിപുലപ്പെട്ടു വന്നു. 2016 പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 രൂപയാണ്. ആ 600 രൂപ തന്നെ 18 മാസം കുടിശ്ശികയാണ്. ഇത് കൊടുത്തു തീർക്കാൻ UDF ഗവൺമെൻറ് തയ്യാറായില്ല. 600 രൂപ പെൻഷനിൽ 100 രൂപ മാത്രമാണ് UDFൻ്റെ പങ്കാളിത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 9 വർഷക്കാലത്തിനിടയിൽ 1000 രൂപ വിവിധ ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങളുടെ അവകാശം എന്നുള്ള നിലയിൽ ഈ പെൻഷൻ കേരളത്തിലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏകദേശം 60 ലക്ഷം മുതൽ 62 ലക്ഷം വരെ ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഈ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചു. അത് ജനങ്ങൾക്കുള്ള അവകാശമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. 1980 പെൻഷൻ വന്നപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ പ്രത്യുൽപാദനപരമല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇപ്പോൾ പെൻഷൻ കൈക്കൂലി എന്നാണ് AICCയുടെ ജനറൽ സെക്രട്ടറി
ശ്രീ KC വേണുഗോപാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു പതിപ്പ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് അവർ പറയിപ്പിക്കുകയാണ് ചെയ്തത്. ഇലക്ഷൻ കാലത്ത് പെൻഷൻ കൊടുക്കുക എന്നുള്ളത് അതല്ല, അത് ഓരോ ഇതാണ് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് UDF-ൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ പെൻഷൻകാരുടെ കയ്യിൽ പണമെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. ഇതുമാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം കേരളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു പെൻഷനും ബാധകമാകാത്ത, ഒരു പെൻഷനും ലഭിക്കാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടും കേരളത്തിൽ പ്രാവർത്തികമാക്കുമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവർത്തിച്ച് ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു വസ്തുത. മറ്റൊരു വിഷയം, ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിൽ പ്രചരണത്തിൽ വന്ന സമയത്ത് സംസാരിച്ചത്, ഇവിടെ വൈദ്യുതി ആഘാതമേറ്റ ഒരു കുട്ടി മരിച്ചു. അങ്ങേയറ്റം ദുഃഖകരമാണ്. ആ വേദന ഒരു കാലത്തും അവസാനിക്കുന്നതല്ല. പ്രത്യേകിച്ച് അതിൻ്റെ രക്ഷിതാക്കൾക്ക്. ഞങ്ങളെല്ലാം അവിടെ പോയി ആ വീടുകൾ സന്ദർശിച്ചു. അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു കാട് നിറഞ്ഞു കിടക്കുന്ന ഒരു വനം പ്രദേശമാണത്. അവിടെ ഈ കുട്ടി സ്കൂളിൽ പോയി വീട്ടിൽ തിരിച്ചു വന്ന് മീൻ പിടിക്കാൻ പോയതാണ്. വൈകുന്നേരം മീൻ പിടിക്കാൻ പോയതാണ്. ആ മീൻ പിടിക്കാൻ പോയ സമയത്താണ് സന്ധ്യാസമയത്ത് ഷോക്കേൽക്കുന്നത്. ഇരുട്ടി വന്ന സമയമാണ്, നേരം ഇരുട്ടായ സമയമാണ്. ആ സമ്മർദ്ദത്തിൽ ഷോക്കേറ്റു. ആശുപത്രി എത്തുമ്പോഴേക്കും ആ കുട്ടി മരണപ്പെട്ടു പോയി. ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധാർഹമായ നിലപാടാണ്. ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു അപകട മരണമാണ്. അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് കാരണമെന്ന് കണ്ടെത്തി ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ പ്രശ്നത്തിൽ ആ സംഭവമുണ്ടായ അന്ന് രാത്രി മുതൽ UDF സമരത്തിന് നേതൃത്വം നൽകി. ഇവിടെ ഒരു ജ്യോതികുമാർ ചാമക്കാല എന്നൊരാൾ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാളുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഒരു വക്താവ്. അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ഇത് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത കൊലപാതകമെന്നാണ്. എത്ര മനുഷ്യത്വരഹിതമാണ് ആ പ്രസ്താവന. അത് UDF നേതൃത്വം ഇതുവരെയും അത് നിഷേധിച്ചിട്ടില്ലല്ലോ. അന്ന് രാത്രി ഇവിടെ CPM-ൻ്റെ PB അംഗം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിജയരാഘവൻ ഇവിടെ നിലമ്പൂർ അങ്ങാടിയിൽ വരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി. അദ്ദേഹം വാഹനത്തിൽ ഇറങ്ങിച്ചെന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. എന്താ ഗവൺമെൻറ് ചെയ്തത്? ഇവിടുത്തെ പോലീസ് എന്താ ചെയ്തത്? ഈ സംഭവത്തിൽ കേസെടുത്തു. ആരാണിതിനെ കാരണക്കാരെന്ന് അന്വേഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്തു. എത്ര ശക്തമായ നടപടിയാണ്. അതുകൊണ്ട് പിറ്റേ ദിവസം ആസൂത്രണം ചെയ്ത സമരപരിപാടികളുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രശ്നത്തിലാണ് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം പറയിപ്പിച്ചത്. ഇത് ജനങ്ങളോടുള്ള എത്ര അനീതിയാണ്. അവരെ കൊണ്ട് ഈ തെറ്റ് പറയിപ്പിച്ചില്ലേ? ഇത് ശരിയാണോ? അങ്ങനെയാണ് പത്രത്തിലടിച്ചു വന്നത്. ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. ഞാൻ മലയാള മനോരമയിൽ അടിച്ചു വന്ന പത്രമാണ് ആ വാർത്തയാണ് ഞാൻ വായിച്ചത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ സംസാരിച്ചതായിട്ട് പറഞ്ഞത്. ഇത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമല്ലേ ഈ നിലപാട്? പിന്നീട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ പ്രതികരിക്കാൻ തുടങ്ങി. ഈ മരണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ മരണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് പറയേണ്ടി വന്നു. ഇത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചു. ഒരു അന്വേഷണം പരാതി കൊടുത്തു, നടപടിയെടുത്തു. ഇതിന് കാരണക്കാരായ പ്രതികൾ അവരിപ്പോൾ ജയിലിനകത്ത് കഴിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പറഞ്ഞത് വന്യജീവി പ്രശ്നമാണ്. വന്യജീവി പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിൽ ഈ വന്യജീവികൾ വനത്തിന് പുറത്തു വന്നു കഴിഞ്ഞാൽ വന്യജീവികളെ ഒരു തരത്തിലും ശല്യം ചെയ്യാൻ പാടില്ല, അതിനെ കൊല്ലാൻ പാടില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നതാണ് നിലവിലുള്ള നിയമം. ഇവിടെ വന്യജീവികൾ ജനങ്ങളുടെ കൊന്നു തിന്നുന്ന കടുവയെപ്പോലുള്ള വന്യജീവികൾ ഇവിടെ പുറത്തു വരുമ്പോൾ അവരെ നേരിടാൻ എന്താ വഴി? മനുഷ്യൻ്റെ സംരക്ഷണം എന്താ വഴി? ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് നിയമ ഭേദഗതി വരുത്തണം. ഇങ്ങനെ പുറത്തു വരുന്ന വന്യജീവികളെ, ജനങ്ങൾക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം വേണം.
അത് സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കേന്ദ്രത്തിന് അനുവാദം വേണം. അതിനനുസരിച്ച് നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണം. കോൺഗ്രസ് ആണ് നിയമമുണ്ടാക്കിയതെങ്കിലും ആ നിയമം ഇന്ന് BJP ഗവൺമെൻറ് കർശനമായി വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുകയാണ്. വന്യജീവി സംരക്ഷണമുണ്ട്. അതേ സംരക്ഷണം മനുഷ്യന് കൊടുക്കണം. മനുഷ്യന് ആ സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമല്ല ഇത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട്. കേന്ദ്രത്തിന് മുമ്പാകെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇവിടെ ദുഃഖകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം, നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമാണ്. അതിന് സഹായകരമായ നിലപാടാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. പലപ്പോഴും ഇത് സംബന്ധിച്ച നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വന്യജീവി പ്രശ്നത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് അവർ സംസാരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവർ ഉന്നയിച്ചത് ആശാവർക്കർമാരുടെ പ്രശ്നമാണ്. എന്താ അതിൻ്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ ഈ സമരരംഗത്തുള്ളവരോടൊപ്പം എത്ര ആശമാരുണ്ട്? ഇവിടെ യഥാർത്ഥ ആശാവർക്കർമാർ, കേരളത്തിൽ ആശാവർക്കർമാരായി ജോലി ചെയ്യുന്ന ഈ നിലമ്പൂർ മണ്ഡലത്തിലും ജോലി ചെയ്യുന്നവർ അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചു. അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചത് അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു കാലത്തുമില്ലാത്ത സംരക്ഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഇവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കാൻ തയ്യാറാണെന്നും അതുമായി അവർ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ സഹകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തയ്യാറായത്. ഈ നിലപാടിനാണോ പ്രിയങ്ക ഗാന്ധി പിന്തുണ കൊടുക്കുന്നത്? അതോ ഇവിടുത്തെ ആശമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അവിടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയാണോ വേണ്ടത്? ഇതിൽ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നമാണ് ഉയർത്തിയത്. ഇവിടെ ഗൗരവമായൊരു പ്രശ്നം ഞങ്ങൾ ഉയർത്തിയിരുന്നു. ഇവിടെ വർഗീയമായ ചേരിതിരിവിന് സഹായകരമായ നിലപാട് UDF സ്വീകരിക്കുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. RSS സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുന്നു. മതരാഷ്ട്രവാദം വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ്. SDPIയും ജമാഅത്തും ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തെയും കേരളം ശക്തമായിട്ട് എതിർക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്ന വർഗീയ നിലപാടെടുക്കുന്ന ജമാഅത്ത് ഇവിടെ UDFൻ്റെ ഭാഗമാണ്. ഈ പ്രശ്നത്തിൽ ജമാഅത്തിനെ ഇതിനകത്ത് പാർട്ട്ണറാക്കുന്ന നിലപാടിൽ എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് വിശദീകരിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇതിനൊരു വിശദീകരണം നൽകണം. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം വിശദീകരണം നൽകിയോ? എല്ലാറ്റിനും പ്രതികരിക്കുന്ന കോൺഗ്രസിൻ്റെ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴെങ്കിലും കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട്, ഇപ്പോൾ ജമാഅത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. മൗദൂദിയുടെ സിദ്ധാന്തമാണ് അവർ മുറുകെ പിടിക്കുന്നത്. ആ മൗദൂദി സിദ്ധാന്തത്തെ ജമാഅത്ത് തള്ളിപ്പറഞ്ഞിട്ടില്ല. മൗദൂദിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. ആ മതരാഷ്ട്രവാദം എന്നുള്ള നിലപാടിനെ ഇന്നേ വരെ ജമാഅത്ത് തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇവിടെ VD സതീശൻ വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ജമാഅത്തുകാർ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ടത് VD സതീശനല്ല. VD സതീശൻ കോൺഗ്രസിൻ്റെ നിലപാടാണ് പറയേണ്ടത്. ഈ ജമാഅത്തിൻ്റെ നിലപാട് പറയുന്നത് അതിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വം ഇതുവരെയും ഈ പ്രശ്നങ്ങളിൽ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചില്ല. ഈ നിലപാട് അവർ തുടരുകയാണ്. കോൺഗ്രസ് ഈ വർഗീയ നിലപാടുമായി സഹകരിക്കുന്ന സമീപനം ഈ ഭാവി കേരളത്തിന് അങ്ങേയറ്റം ദോഷം ചെയ്യും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇവിടെ ഇതിനിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് പാലക്കാട് UDF ജയിച്ചപ്പോൾ അവിടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്താൻ ആദ്യം രംഗത്ത് വന്നത് SDPI ആണ്. അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസോ അതിൻ്റെ നേതൃത്വമൊന്നും തയ്യാറായിട്ടില്ലല്ലോ. അപ്പം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ കൂട്ടുകെട്ട് ഇവിടെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ മനസ്സിനെ എതിർക്കുന്നതാണ്. ഇവിടെ സഖാവ് പിന്നെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു. കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചെന്തിനാ? കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് എന്തിനാണ്? ഇവിടെ ഭൂരഹിതരായ കുടുംബങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടം, തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം, ഇവിടെ 59 ഇവിടെ നേരത്തെ കർഷക ബന്ധ നിയമം വന്ന സമയത്ത്, ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇതിനെല്ലാം എതിരായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളെല്ലാം അന്ന് കുഞ്ഞാലിക്കെതിരായിരുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സാണ് കുഞ്ഞാലിയെ കൊല ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തതെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM സ്വീകരിച്ച നിലപാട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വസ്തുതാവിരുദ്ധമായ നിയമവിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ്, അങ്ങനെ വോട്ട് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് വോട്ട് സമ്പാദിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ നിലപാടിന് കനത്ത തിരിച്ചടി നിലമ്പൂരിലെ ജനങ്ങൾ നൽകാൻ പോകുന്നു. ആ വിജയമാണ് 23-ാം തീയതി വോട്ടെന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് M. സ്വരാജ് അദ്ദേഹം വൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ളതാണ്. ഇന്നലെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേക പരിപാടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നടക്കുകയുണ്ടായി. ആ പ്രത്യേക പരിപാടി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ്. നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ 46 കേന്ദ്രങ്ങളിൽ ഈ ജനകീയ കൂട്ടായ്മ നടന്നു. ഇതിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉയർത്തിപ്പിടിച്ച സന്ദേശം വർഗീയതയ്ക്കെതിരാണ്. വർഗീയതയ്ക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ആ നിലയിൽ ഇന്നലെ കോരിച്ചെറിയുന്ന മഴയുണ്ടായിട്ട് പോലും ആ പരിപാടി വൻ വിജയമായി തീർന്നു. പരിപാടി ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വർഗീയതയുള്ള നിലപാട് പ്രകടമാകുന്ന നിലയിലാണ് ആ പരിപാടികളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ വർഗീയതയ്ക്കെതിരായി ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ സഹായകരമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതികരിക്കുന്ന ഒരാൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ. എന്താ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ UDFിൻ്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താ? ആ നിലപാട് അവർ പറയണം. ഇവിടെ അവരെല്ലാം ഒന്നിച്ചു ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം, ഇവിടെ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം. അപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ഇവിടെ UDFും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും സ്വീകരിക്കുന്ന നിലപാട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തോട് വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഞങ്ങളിവിടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സ്വരാജ് പര്യടനം നടത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾ മാത്രമല്ല, അതല്ലാത്തൊരു ജനവിഭാഗം ഈ സ്വരാജിനെ കാണുന്നതിനും പിന്തുണ പ്രഖ്യാപിക്കുന്നതിനും അതല്ലാത്തൊരു ജനവിഭാഗം പങ്കെടുക്കുന്നുണ്ട്. ഈ വർഗീയതയുടെ പ്രശ്നത്തിൽ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാത്ത ഒരു ജനവിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അണിനിരക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനാനുഭവങ്ങൾ തന്നെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉറച്ച ബോധ്യമുണ്ട്. എങ്ങനെ വർഗീയത എന്താ ഞങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല എന്താ വർഗീയതല്ലേ? അല്ല, പ്രതിപക്ഷ നേതാവ് വർഗീയത ആണ് പ്രചരിപ്പിക്കുന്നത്. ഞാനൊരു വർഗീയതയോട് പറയണ്ടേ? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ഞാൻ പറയണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വർഗീയതയ്ക്ക് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ടോ?
നിലപാടുകൾ എടുത്തിട്ടുണ്ടോ? എന്നാൽ കോൺഗ്രസ് അതിന് വ്യത്യസ്തമായ നിലപാട്. അതിൽ ഞാൻ ആരോപിക്കുന്ന പ്രശ്നം അതിൽ ജമായത്ത് ബന്ധം തന്നെയാണ്. ആ ജമായത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പ്രകടമായി സ്വീകരിച്ചിരിക്കുന്നു. അതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ അതിൻ്റെ കുറ്റം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മേലെ ചാരുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് അവർ സാധാരണ സ്വീകരിക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരവേലയുടെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. എന്താണത്? നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ? എന്താണ് മുഖ്യമന്ത്രി ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രശ്നമാണോ? പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അതിനെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. പാലസ്തീൻ പ്രശ്നത്തിൽ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടർന്ന് വന്ന നിലപാട് ഈ ഗവൺമെൻറ് തുടരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ വളരെ ശക്തമായ കടന്നാക്രമണം പാലസ്തീൻ ജനതയ്ക്കെതിരായി ഇസ്രായേൽ നടത്തിയ സന്ദർഭങ്ങളിൽ ഇസ്രായേലിനെ തുറന്നെതിർക്കാൻ, ആ ഘട്ടത്തിൽ തുറന്നെതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വ്യാഖ്യാനം എന്താ? പഴയ കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങളാണ്. ആ ഭരണകാലം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആർക്ക് അഭിപ്രായ വ്യത്യാസം? മുഖ്യമന്ത്രി അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. അന്ന് നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള നിലപാട് ഇപ്പോഴത്തെ കോൺഗ്രസ് തുടരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അതൊക്കെ വെറുതെ, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ അനാവശ്യമായ പ്രചരണം നടത്തുമെന്നല്ലാതെ അതിലൊക്കെ എന്താ അടിസ്ഥാനം? അതിലൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പരാമർശിക്കുമ്പോൾ അതിൻ്റെ ന്യായം എന്താണുള്ളത്? ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ, മീഡിയസ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളല്ലേ? അപ്പോൾ അതെല്ലാം ആവർത്തിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൽ ജനങ്ങൾ വീഴില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കോൺഗ്രസിൻ്റെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളൊന്നും സാധാരണ നിലയിൽ അവരുടെ ഇന്നർ പാർട്ടി പ്രശ്നങ്ങളിലേക്കൊന്നും ഇടപെടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശൻ്റെ, കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശൻ്റെ കുടുംബത്തെയും സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ്. അത് സാധാരണയുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനം ഉണ്ടായത്. പ്രകാശൻ്റെ കുടുംബത്തോട് കോൺഗ്രസ് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവലാതിയും പ്രയാസങ്ങളും അവർക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതവർ സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓ ആ തൊട്ടടുത്ത ദിവസം അവിടെ വന്ന മോദിക മാഷ് അടക്കം പറഞ്ഞത് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, കോൺഗ്രസ് ആണെന്ന രീതിയിലായിരുന്നു മോദിക മാഷിന്റെ രാഷ്ട്രീയ CPM-ന് പങ്കുണ്ടായി. അല്ലല്ലല്ല, ഗോവിന്ദ മാഷ് പറഞ്ഞ പ്രശ്നം അതല്ല. ഇങ്ങനെ ഈ പന്നിക്കണി സാധാരണ ഇങ്ങനെയാണോ വെക്കല്? പന്നിക്കണി, ഞാൻ മലയോരത്ത് കഴിഞ്ഞ ഒരാളാണ്. പന്നിക്കണി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിൻ്റെ ഭാഗം മറ്റാർക്കും ഷോക്കേൽക്കാനോ അപകടം വരാനോ പാടില്ല. ആ കരുതലോടുകൂടിയാണ് പന്നിക്കണി വെക്കുക. ഇത് പന്നിക്കണി വെച്ച ഒരു സാധാരണ കൃഷിക്കാരനല്ല. പന്നി മാംസം മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ് ഈ കെണി വച്ചിരിക്കുന്നത്. ആ കെണി ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോക്കേൽക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം അയാൾക്കുണ്ടോ എന്നിപ്പോൾ പറയാൻ കഴിയില്ല. അത് പരിശോധിച്ചെങ്കിലേ പറയാനുള്ളൂ. പക്ഷേ ഇതിൻ്റെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ കാണാൻ കഴിയും. ഇതിനകത്ത് പ്രതിയായി വന്നത്, ഈ കെണി വെച്ചതൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അതുകൊണ്ട് ഇതിനകത്ത് വേറെ വല്ല ഗൂഢാലോചനയും നടന്നിട്ടുണ്ടോ? ചാമക്കാലയുടെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരു ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത കൊലപാതകമാണ്. അവിടെ ഈ കെണി വെക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഇവിടെ ചാമക്കാല, അവിടെ ആൾ മരിച്ച സമയത്ത് ചാമക്കാലയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും തമ്മിൽ ബന്ധമല്ലേ? അതുകൊണ്ട് പോലീസ് പൂർണ്ണമായിട്ട് അല്ല, പോലീസ് എങ്ങനെയാണ് ചാമക്കാല പറഞ്ഞത്? ഈ കെണിവെച്ച ആള് പറഞ്ഞ എന്താ? കെണിവെച്ച ആള് ചെയ്ത കാര്യം എന്താ? അയാൾ ആരാണ് കെണിവെച്ച ആള്? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലേ? ഇങ്ങനെയുള്ള ബന്ധത്തിൽ നിന്നാണ് അങ്ങനെയുള്ള പ്രതികരണം നടത്തി. ഇതിൻ്റെ മേലെ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാ. ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നല്ല, ഗൂഢാലോചനയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആ പരിശോധന പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അതവർ പരിശോധിക്കട്ടെ.
നമ്മളതിൽ ഇടപെടുന്നൊന്നുമില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് അതിൻ്റെ ചാർജ് ഗോവിന്ദ മാഷ് തലേ ചുമത്താൻ പാടില്ല. താങ്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിന് കാരണം. ചാമക്കാൽ ഇവിടെ വിജയരാഘവനെതിരെ ഇവരെ തടയാൻ നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇത് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത കൊലപാതകമാണ് എന്നുള്ളത്. അവിടെ കെടിവെക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. കെടിവെച്ചത് തന്നെ വേറെ ആളുകൾക്ക് ഷോക്കേൽക്കാവുന്ന നിലയിലാണ് വെച്ചത്. ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ ഈ അഭിപ്രായങ്ങളെല്ലാം വെച്ച് കണ്ട സമയത്ത് പരിശോധിക്കണമെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് അന്വേഷിക്കാനല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അന്വേഷിക്കണമെന്നാണ്. പോലീസിൻ്റെ ജാഗ്രതയായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതികളെ ഇത്രയും വേഗം പിറ്റേന്ന് നേരം പടുമ്പോഴേക്ക് കണ്ടുപിടിച്ചത്, അറസ്റ്റ് ചെയ്ത്. അവരിപ്പം ജയിലിനകത്ത് കഴിയല്ലേ. ഇതല്ലേ യാഥാർത്ഥ്യം. അതിൻ്റെ ആ ജാഗ്രതയോടുകൂടി നിലപാടെടുത്ത് തന്നെ എല്ലാവരും പോലീസിനെ അഭിനന്ദിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അൻവറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശത്തിന് ഞാനില്ല. അൻവറിൻ്റെ അധ്യായം അടഞ്ഞ അധ്യായമാണെന്നുള്ളത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിൻ്റെ ഘടകം ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ ഒരു തരത്തിലും അത് സ്വാധീനിക്കുന്നില്ല. അതൊരു പ്രത്യേക അൻവർ ഘടകമില്ല എന്നാണ് ഞങ്ങളാദ്യം പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? അൻവർ തന്നെ ഒരു ഘട്ടത്തിൽ നിങ്ങളോടെല്ലാം പറഞ്ഞില്ലേ, ഇത് സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങളോട് പറഞ്ഞു, ആദ്യം ഈ ഷർട്ട് വാങ്ങാൻ പൈസ ഇല്ലെന്നാണ് പറഞ്ഞത്. അലക്കാൻ പോലും പൈസ ഇല്ലാന്ന്. അതുകൊണ്ട് ഇട്ട ഷർട്ട് തേച്ചിട്ട് ഇട്ട് വന്നിരിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അൻവറിൻ്റെ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ നില നിങ്ങളൊക്കെ കാണുന്നില്ലേ? അങ്ങനത്തെ ഒരു അൻവറിൻ്റെ ഇലക്ഷൻ പ്രവർത്തനമാണോ ഇവിടെ നടക്കുന്നത്? അപ്പം അതുകൊണ്ട് അത് വേറെ രീതിയിൽ അതിനെടുക്കേണ്ടതിൽ അൻവർ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അതെ അത് അദ്ദേഹം പോയി പറയേണ്ടത് അമരമ്പലം പഞ്ചായത്ത് പോയി പറയണം. അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തിലാണല്ലോ. ആ പഞ്ചായത്തിൽ ഞാൻ ഇന്നലെ അമരമ്പലം പഞ്ചായത്തിൽ പോയിരുന്നു. അവിടെ ഒരു പരിപാടി പങ്കെടുത്തിരുന്നു ഞാൻ. അവിടെ ആളുകളൊക്കെ അന്വേഷിച്ചു. അവിടെ 1000 വീടാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കൊടുത്തത്. പക്ഷെ അപ്പോൾ കേരളത്തിൽ തന്നെ അത് നമ്പർ 1 ആയിരിക്കും എന്നാണ് തോന്നുന്നത്. 500 വീടുകൾ ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയില്ല എന്നുള്ള പരാതി അമരമ്പലം പഞ്ചായത്തിൽ ഒരാൾക്കുമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നു ചേർന്നതല്ലേ. അത് കേരളത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കല്ലേ. വീട് നിർമ്മാണം പൂർണ്ണമാക്കുന്നത് വരെയും അത് തുടരും. എല്ലാവർക്കും വീട് കിട്ടുന്നത് വരെ ഈ പദ്ധതി തുടരും. ഇത് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ വീട് കിട്ടിയ കുടുംബങ്ങളുണ്ട് ഈ കേരളത്തിൻ്റെ മുമ്പിൽ. അവരുടെ ജീവിതം ഏകദേശം 5 ലക്ഷത്തോളം ആവുകയാണത്. ഇനി ബാക്കിയുള്ള ആളുകൾക്കും വീട് കേരളത്തിൻ്റെ കുടുംബ വ്യവസ്ഥയാകെ മാറി. പഴയ രീതിയല്ല. അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്ന സമയത്ത് ഒരു കുടുംബത്തിൽ തന്നെ 1ഉം 2ഉം കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായി വരികയാണ്. അത്തരം പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാകില്ല എന്ന നിലപാട് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നത് സമയമെടുത്തു കഴിഞ്ഞാലും ഇത് പ്രാവർത്തികമാക്കും. കേരളത്തിൽ ഇപ്പോൾ പട്ടിണിയില്ലല്ലോ. അത് കേരളം കൈവരിച്ചൊരു സാമൂഹ്യ നേട്ടത്തിൻ്റെ ഭാഗമല്ലേ. എന്നാൽ അതിദരിദ്രരുണ്ട് കേരളത്തിൽ. അത് പരിശോധന നടത്തി 64,006 കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി. അത് നവംബർ 1-ാം തീയതി ആകുമ്പോഴേക്ക് അത് പൂർണ്ണമായിട്ടും അതിന് പരിഹാരമാവുകയാണ്. എന്നാലും ദാരിദ്ര്യം ഒഴിവാകുമോ? എന്നാലും ദാരിദ്ര്യത്തിന് പൂർണ്ണത വരില്ല. ആ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നിൽക്കുന്നതിന് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവണം, വരുമാന മാർഗമുണ്ടാവണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത്. അല്ല, അത് ജനങ്ങളുടെ ഒരു അവകാശത്തിൽപ്പെട്ടതാണ്. നമുക്കൊരു ഇതിൻ്റെ ഒരു ട്രെൻഡേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പം ചിലരൊക്കെ 25,000 വോട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF തന്നെയുള്ള ഒരാൾ, ലീഗിൻ്റെ ഒരു നേതാവ് 25,000 വോട്ട് ലീഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് UDF-ന്. അതായിക്കോട്ടെ. അല്ല, ഞാനിപ്പോൾ ഞങ്ങളാരും അവിടെയും ലീഡൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അത് ജനങ്ങളുടെ ഒരു അവകാശപ്പെട്ടതാണ്.
അവകാശം ജനങ്ങൾ വിനിയോഗിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം ഉറപ്പിക്കും, ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ള അനുഭവങ്ങൾ നോക്കുന്നത്. ഇവരുടെ ഈ നിലപാടിനോട് UDF-ൽ തന്നെ പെട്ടിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ യോജിക്കുന്നില്ല. ഈ പറയുന്ന പരിഹാസത്തിനും ധിക്കാരത്തിനും എല്ലാം UDF-നകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നില്ല. അത് ജനങ്ങളുടെ ഒരു പൊതു പ്രതികരണമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.